ജോ അരേഡി, ദ ഹാപ്പിയസ്റ്റ് മാൻ ഓൺ ദ ഡെത്ത് റോ. 1915 അമേരിക്കയിലെ കൊളറാഡോ എന്ന സ്ഥലത്ത് സിറിയയിൽ നിന്നും കുടിയേറി വന്ന മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു. ജോ അരേഡി. ജോയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മറ്റു കുട്ടികളെ പോലെ ആയിരുന്നില്ല അവൻ. ബുദ്ധിപരമായ വളർച്ചയിൽ അവൻ കുറച്ചു പിന്നിലായിരുന്നു. ജോയുടെ തലച്ചോറിന് സാരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവന്റെ ബുദ്ധി ഒരു 6 വയസ്സുകാരന്റെ മാത്രമായിരുന്നു. വർണ്ണങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ബാല്യം. സ്കൂളിൽ പോലും അവനൊരു തടസ്സമായിരുന്നു. അവനെ അവിടെ നിന്നും പുറത്താക്കി. അച്ഛൻ അവനെ ഒരു മാനസിക രോഗ ആശുപത്രിയിലാക്കി. അവിടെ അവൻ ഒരു തടവുകാരനെ പോലെ കഴിയേണ്ടി വന്നു. അവന്റെ ബുദ്ധിപരമായ പരിമിതികൾ കാരണം സാധാരണ കുട്ടികളെ പോലെ കളിക്കുവാനോ ചിരിക്കുവാനോ പോലും ജോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ജോയുടെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. അവൻ ആരും സ്നേഹിക്കാനില്ലായിരുന്നു. അവനെ ആരും മനസ്സിലാക്കിയില്ല. അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവന്റെ ലോകം ചെറുതായിരുന്നു, ദുഃഖം നിറഞ്ഞതായിരുന്നു. അവനൊരു കുഞ്ഞായി മാത്രം ജീവിച്ചു. അക്ഷരങ്ങൾ തെളിഞ്ഞു വായിക്കുവാനും എഴുതുവാനും ജോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ദിവസങ്ങളുടെ പേര് പോലും അവൻ ഓർമ്മയില്ലായിരുന്നു. ചോദ്യങ്ങൾ കേട്ടാൽ കുഴങ്ങിപ്പോകും. ഒരു കുഞ്ഞിനെ പോലെ അവൻ നിസ്സഹായതയോടെ നോക്കി നിൽക്കും. കാലം മുന്നോട്ട് പോയി. ജോ വളർന്നു. പക്ഷേ അവന്റെ ബുദ്ധിവികാസം അതുപോലെ തന്നെ തുടർന്നു. അവൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. എല്ലാവരെയും സ്നേഹിച്ചു. എല്ലാവരുമായി കൂട്ടുകൂടി. അവന് ലളിതമായ കാര്യങ്ങൾ മതിയായിരുന്നു സന്തോഷിക്കാൻ. ഒരു പുഞ്ചിരി, ഒരു നല്ല വാക്ക്, ഒരു കളിപ്പാട്ടം. ഒരു തടവുകാരനെ പോലെ കഴിയുന്ന ആശുപത്രി ജീവിതം ജോയ്ക്ക് മടുപ്പ് തോന്നി. ഒരു രാത്രി അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ട്രെയിനുകൾ കയറിയിറങ്ങി അവൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. 1936 ഒരു ഭീകരമായ സംഭവം നടന്നു. 1936 ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാത്രി 12 മണിയോടെ ദുറോത്തി ഡ്രെയിനും സഹോദരി ബാർബറ ഡ്രെയിനും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അവരുടെ മാതാപിതാക്കൾ പുറത്തു പോയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. അയാൾ ഇരുവരെയും തലയ്ക്കടിച്ചു. ഡൊറോത്തിക്ക് ഗുരുതരമായ പരിക്കേറ്റു. മാത്രമല്ല, അയാൾ അവളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ബാർബറയ്ക്ക് മാരകമായ പരിക്ക് പറ്റിയിരുന്നു. എന്നാൽ അവൾ രക്ഷപ്പെട്ടു. അക്രമം നടത്തിയ ശേഷം അയാൾ ഓടി രക്ഷപ്പെട്ടു. ഡൊറോത്തിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അധികം താമസിയാതെ മരണമടഞ്ഞു. ഈ ദാരുണമായ സംഭവം നാടിനെ നടുക്കി. കൊലപാതകിയെ പിടികൂടാൻ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ആ കൊലപാതകം നടന്ന സമയത്ത് ജോ വയോമിങ്ങിൽ ഉണ്ടായിരുന്നു. ഷെരീഫ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ സംശയിച്ചു. അയാൾ അവനെ ഒരുപാട് ചോദ്യം ചെയ്തു. ജോ പേടിച്ചു പോയിരുന്നു. അവൻ എന്താണ് പറയുന്നത് പോലും അറിയാതെ കുറ്റം സമ്മതിച്ചു. അവന്റെ മാനസിക സ്ഥിതി പോലും പരിഗണിക്കാതെ പോലീസ് അവനെ കുറ്റക്കാരനാക്കി. ഫ്രാങ്ക് അംഗ്ലറിനായിരുന്നു യഥാർത്ഥ പ്രതി. അയാളെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തെളിവ് സഹിതം പിടിക്കുകയും ചെയ്തു. എന്നാൽ ഷെരീഫ് തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാനുള്ള മടി കാരണം യഥാർത്ഥ കുറ്റക്കാരനായ ഫ്രാങ്കിനോട് കൂടെ ജോയെയും പ്രതിയാക്കി. അവൻ ഡൊറോത്തിയെ ഒരു കമ്പ് കൊണ്ട് അടിച്ചു കൊന്നുവെന്ന് ഷെരീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നീട് അത് മാറ്റി ഒരു കൊടാലി ഉപയോഗിച്ചെന്നും ഫ്രാങ്കും ജോയും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നും പറഞ്ഞു. ഇവയെല്ലാം ജോയെ ചോദ്യം ചെയ്തതിനു ശേഷം ഷെരീഫ് സ്വന്തമായി ഉണ്ടാക്കിയ കഥകളായിരുന്നു. എന്നാൽ സത്യം അതായിരുന്നില്ല. ഫ്രാങ്ക് അംഗ്ലർ ആ കൊലപാതകം താൻ ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പോലീസിനോട് സമ്മതിച്ചു. ഡൊറോത്തിയെ ആക്രമിച്ചത് ജോ ആണെന്ന് ആ കുട്ടിയുടെ സഹോദരി പോലും പറഞ്ഞില്ല. എന്നിട്ടും ഷെരീഫ് ജോയെ വിട്ടയക്കാൻ തയ്യാറായിരുന്നില്ല. അവന്റെ ബുദ്ധിപരമായ പരിമിതികൾ അവനെ എളുപ്പത്തിൽ ഇരയാക്കി. പോലീസ് ചോദ്യം ചെയ്യലിനിടയിൽ ജോയെ കബളിപ്പിച്ച് കുറ്റം സമ്മതിപ്പിച്ചു. അവൻ അതിന് ആഴം മനസ്സിലായിരുന്നില്ല. ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്ന് പോലും അറിയാതെ അവൻ കുറ്റം ഏറ്റുപറഞ്ഞു. കോടതിയിൽ വിചാരണ നടന്നു. ജോയ്ക്ക് ഒരു അഭിഭാഷകനെ പോലും നൽകിയില്ല. ജോയുടെ അവസ്ഥ ആരും മനസ്സിലാക്കിയില്ല. അവന്റെ സന്തോഷവും നിഷ്കളങ്കതയും ആരും കണ്ടില്ല. അവർ അവനെ കൊലപാതകിയായി മുദ്രകുത്തി മരണശിക്ഷ വിധിച്ചു. ജോയുടെ കേസ് നടക്കുമ്പോൾ ഗെയ്ൻ അയർലൻഡ് എന്നൊരു അഭിഭാഷകൻ അവന് വേണ്ടി വാദിച്ചു. ജോയുടെ ബുദ്ധിപരമായ പരിമിതികൾ കാരണം അവൻ കുറ്റം സംബന്ധിച്ചതിൽ ഒരുപാട് അപാകതകൾ ഉണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചു. ജോയെ ഗ്യാസ് ചേംബറിൽ കൊന്നാൽ കൊളറാഡോ സംസ്ഥാനം ആ പാപം കഴുകിക്കളയാൻ ഒരുപാട് കാലമെടുക്കും. ജോയുടെ നിരപരാധിത്വം അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. എന്നിട്ടും നീതി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ വധശിക്ഷ കൊളറാഡോയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത പാടായി അവശേഷിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു.
വർഷകാലത്ത് ജയിലിൽ കഴിയേണ്ടി വന്നു. അവിടെയും അവൻ സന്തോഷം കണ്ടെത്തി. സഹ തടവുകാരുമായി ചെങ്ങാത്തം കൂടി ചെറിയ കളികൾ കളിച്ച് പുഞ്ചിരിച്ചും ചിരിച്ചും ദിവസങ്ങൾ കടന്നുപോയി. അവൻ അറിയാതെ പോലും ഒരു ദുഷ്ടവിചാരം പോലും അവന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ജോ ജയിലിൽ കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ കളിട്രെയിനുമായി കളിക്കുമായിരുന്നു. അവൻ ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമായിരുന്നു. 1939 ജനുവരി മാസം 9 ജോയെ ഗ്യാസ് ചേംബറിൽ കൊണ്ടുപോകുമ്പോൾ അവനൊരു കുഞ്ഞിനെ പോലെ ചിരിക്കുകയായിരുന്നു. മരണം എന്താണെന്ന് പോലും അറിയാത്ത ഒരു കുഞ്ഞ്. വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അവൻ അവസാനം ആഗ്രഹമായി ചോദിച്ചത് ഒരു ഐസ്ക്രീം ആയിരുന്നു. എല്ലാവരെയും നോക്കി ചിരിച്ച ശേഷം വാർഡനോട് ബാക്കി ഐസ്ക്രീം തിരിച്ചു വരുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞു. സഹതടവുകാർക്ക് അവൻ തന്റെ കളക്ട്രെയിൻ സമ്മാനമായി നൽകി. മരണം എന്തെന്ന് പോലും അറിയാതെ അവൻ ആ ഗ്യാസ് ചേംബറിലേക്ക് കടന്നു കയറി. അതുകൊണ്ട് തന്നെ അവനെ മരണനിരയിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചു. 1939 ജോയെ വിധിച്ചു. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാപം പോലും ചെയ്തിട്ടില്ല. അവനൊരു ഇരയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ജോയുടെ കഥകൾ ആളുകൾ ഓർത്തു. അവന്റെ നിഷ്കളങ്കതയും സന്തോഷവും അവരെ വേദനിപ്പിച്ചു. അവർ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒടുവിൽ 2011 കൊളറാഡോ ഗവർണർ ജോയെ മരണാനന്തരം മാപ്പ് നൽകി. അവൻ നിരപരാധിയാണെന്ന് അംഗീകരിച്ചു. ജോ അരിയുടെ കഥ ഒരു പാഠമാണ്.